സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കാര്യം പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദി. ഈ പരിപാടി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കണേ. ഞാൻ മറ്റത് പറഞ്ഞുതരാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ, ആ കപ്പലുണ്ടാക്കാനുള്ള കാരണം ഈ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ്. ഇത് പരാജയപ്പെട്ടാൽ പോയി, നാശം വരും എന്നുള്ളതിൻ്റെ കാര്യം ഉറപ്പാണ്. ദേ അതിവിടെ ശ്രദ്ധിച്ചോ. 900 വർഷം വയൽ പറഞ്ഞ് 900 വർഷം, ഇവിടെ 2 ദിവസത്തെ വയൽ. നബി തങ്ങൾ സത്യം ചെയ്തുകൊണ്ടിട്ട് പറഞ്ഞു, ലയൻഖുദുനൽ ഇസ്ലാം ഉർവത്തൻ ഉർവ. സമുദായം ദീനി സംസ്കാരത്തിൽ നിന്നും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും. കാലം വരുമ്പോൾ ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും പിന്നോട്ടടിക്കില്ല. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എവിടെയാണ് ബഹുമാനികളെ ദീനുള്ളത്? എവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ തഖ്വയുള്ളത്? ഏത് കാര്യങ്ങളെടുത്താലും അവിടെ എല്ലാം ആർഭാടങ്ങളും ആഭാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ആഭാസത്തരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭാസത്തരങ്ങൾ എല്ലാം ഈ ദീനിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് എടുത്ത് ചിന്തിച്ചു നോക്കിയേ, എവിടെയാണ് ഇപ്പോൾ ഈ ദീനുള്ളത്? ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10-30 വർഷം മുമ്പൊക്കെ ഒരു നിക്കാഹിൻ്റെ മജ്ലിസിൽ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്യാമറ മിന്നിയാൽ അല്ലാഹു അക്ബർ. കാരണന്മാർ സമ്മതിക്കില്ല, ഉലമാക്കൾ മാത്രമല്ല, നിക്കാഹ് കഴിക്കാൻ വന്നിരുന്ന ഖത്തീബ് ഉസ്താദ് എഴുന്നേറ്റ് പോവും. ഒരു 30 വർഷത്തിൻ്റെ മുമ്പ്. ഇന്ന് അവസ്ഥ എവിടെ എത്തി? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരാണും പെണ്ണും ഇടകലർന്ന ഒരു നിക്കാഹ് നമ്മുടെ ഒരു 30 കൊല്ലത്തിന് ഇവിടെ നിറച്ച ആൾക്കാരിപ്പുണ്ടല്ലോ. ചെറുപ്പക്കാർ പിള്ളേരോടെല്ലാം ചോദിക്കുന്നത്, ഒരു 30 വർഷത്തിൻ്റെ മുമ്പ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നുകൊണ്ടിട്ടുള്ളൊരു നിക്കാഹ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനാ. നബി തങ്ങളുടെ ആ പടി കടന്നിങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു 2 ഉമ്മമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി ഇങ്ങോട്ട് കടന്നു വന്നാണ്ട് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു, ഇഹ്തജിബാ, നിങ്ങൾ 2 പേരും എഴുന്നേറ്റ് അകത്തേക്ക് പോ. അപ്പോൾ 2 ഉമ്മമാരും ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ വരുന്ന 2 കണ്ണും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ, കുരുടനല്ലേ, ഞങ്ങളെ ആ മനുഷ്യൻ കാണൂരല്ലോ. അപ്പോൾ ഉമ്യാവാനി അന്തുമാഉ കമാ ഖാല റസൂലുള്ളാഹി, നിങ്ങളുടെ 2 പേരുടെയും കണ്ണിന് കുരുട് സംഭവിച്ചിട്ടുണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ആ ഗൗരവം എങ്ങനെയുണ്ടെന്ന്. കുരുടൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുടനെ കാണുന്നില്ലേ? എവിടെ എത്തി ബഹുമാനികളെ? വ്യഭിചാരം ലോകത്തെ വ്യാപകമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് വ്യഭിചാരം നടക്കുന്ന ഒരവസ്ഥയായിട്ട് മാറിപ്പോയില്ല. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പഴയ നിക്കാഹും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴും. പണ്ട് നിക്കാഹൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ്. എൻ്റെയൊക്കെ കുഞ്ഞുകാലിലുള്ള ചെറുപ്പത്തിലൊക്കെയുള്ള കാര്യമാണ് നീ ഓർക്കുന്നത്. നിക്കാഹിനൊക്കെ പോയാൽ അന്നത്തെ ദിവസം വിശപ്പ് മാറി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരു ദിവസമെന്നാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലേ? തറയിൽ, പിന്നീട് അത് ഡെസ്കിലേക്ക് മാറി. തറയിൽ ഇങ്ങനെ ഈ പിന്നെ പുല്ലുവായ പ്ലാസ്റ്റിക് വായൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഈ പുല്ലുവായ ഇട്ടിട്ട് നടുക്ക ഇലയിട്ടിട്ട് അപ്പുറം ഇപ്പുറം ആളുകളിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ മുഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, സാഹിബ് ചിക്കൻ കഴിക്കലില്ല. ഇല്ല ഞാൻ കഴിക്കലില്ല എന്ന്. അത് ചെറുപ്പം മുതലേ കഴിക്കലില്ല. അപ്പം ഞാൻ ഈ കോഴിയിറച്ചി കഴിക്കാത്ത ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടിട്ട് എന്ത് ചെയ്യും, എൻ്റെ മറുഭാഗത്തെ ഇറച്ചി കൂടുതൽ ഇഷ്ടമുള്ള ആൾ വന്നിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് ഒരിലയിൽ 2 ആൾ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഈ ദുനിയാവിൽ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമോ? അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണ് കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ നിനക്ക് ഇറച്ചി വേണ്ടല്ലോ, ഇല്ല കഴിച്ചോളാൻ പറയും. അപ്പോൾ എൻ്റെ ഇറച്ചിയും കൂടി മൂപ്പർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ അവസ്ഥ അത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വിശന്നിട്ട് യാതൊരു നിവൃത്തിയില്ലല്ലോ, അവിടെ കല്യാണം ഉണ്ടല്ലോ, കാത്തിരിക്കുന്ന ഒരവസ്ഥ ഈ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോഴും? പിന്നെ ഇപ്പം എന്താണ് നിക്കാഹിന് പങ്കെടുക്കുന്നതിൻ്റെ അജണ്ട? അതാ പറഞ്ഞേ, മൊത്തം ദീൻ കളഞ്ഞിട്ടുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടി ഉറപ്പാ അടി വന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം മഹ്ദി തങ്ങളുടെ വരപ്പ് അല്ലാഹു എന്ന് എളുപ്പാക്കി തന്ന അനുഗ്രഹിക്കണേ പടച്ചവനെ. സഹിക്കാൻ പറ്റാത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്കെന്താ കുഴപ്പമെന്ന് ചിന്തിക്കല്ലേ. ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും ഔ കമാ ഖാല റസൂലുള്ളാഹി. ഭയങ്കര വർത്താനാണ് ഇതൊക്കെ.
മുസ്ലിമിൻ്റെ വിഷയത്തിൽ മുസ്ലിമിനൊരു വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ ആ കാര്യത്തെ ഗൗരവത്തോടുകൂടി കാണാത്തവനാണ് നീയെങ്കിൽ ഈ സമുദായത്തിൽ നിനക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഹരിയാനയിലല്ലേ, മറ്റ് ഫലസ്തീനിലല്ലേ, അല്ലെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലല്ലേ, എനിക്കല്ലല്ലോ. ഈ ഒരു നിലപാടിലാണ് നീ പോകുന്നതെങ്കിൽ നിനക്കിതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല എന്നില്ല. പൗരത്വം ചോദിച്ചുകൊണ്ടിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വന്നത്. ആ രേഖ തന്നെ, ഈ രേഖ തന്നെ, മറ്റേ തന്നെ, മറിച്ച് തന്നെ, നിൻ്റെ വെല്ലുപ്പ അവിടെ ജീവിച്ചതിൻ്റെ തെളിവ് വേണം. ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ചോദിച്ചുകൊണ്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ തെളിവില്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നെ എത്തിപ്പിക്കും. അങ്ങനെയാണ് നിന്നെ പൗരത്വത്തിൽ നിന്ന് പുറത്തു കളയുക. നിനക്കിവിടെ പൗരത്വം ഇല്ല. അതിനു മുമ്പേ മോളിൽ നിന്ന് പൗരത്വം വെട്ടി. ലം യഹ്തം ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമിൻ്റെ ഒരു വിഷയത്തിൽ, ഒരു വേദനയിൽ, അവൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നീ ഗൗരവമായിട്ട് അതിനെ പരിഗണിക്കാൻ നിനക്ക് തയ്യാറായില്ലെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സ് നിനക്കില്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് നീ ഔട്ടാണെന്ന് നബീന റസൂലുള്ളാഹി. പൗരത്വം അവിടെ പോയി, മോളിലത്തെ പൗരത്വം പോയി, പിന്നെ ഇവിടുത്തെ പൗരത്വം കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സമുദായത്തിൻ്റെ വിഷയത്തിൽ വേദന ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ വേദനിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവേ മൊത്തം മാറിപ്പോയല്ലോ അല്ലാ. ഇല്ലേ, ഇന്നത്തെ കല്യാണത്തിൻ്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് എന്താണ് വിവാഹം? ഏത് സ്ഥലത്തും അതെ, ഏത് സ്ഥലത്തും അതെ. ദിവസങ്ങളോളം വാപ്പാനെ വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നനും തറവാടത്തുകാരനുമാണെങ്കിൽ കാണിക്കുന്ന 1-ാം നമ്പർ മരണാനന്തര ചടങ്ങ്. ഫീസലിലേക്കാണെങ്കിൽ ഞാൻ ഇതിലേക്കൊന്നും പോണില്ല, എല്ലാം കുത്തഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഒരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്. ഫഫിറു ഇലല്ലാഹ്, ഓടിക്കോളാൻ, അള്ളാഹുവിലേക്ക് ഓടിക്കോളാൻ. ഇൻ യൻസുറക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും. മോളിൽ നിന്ന് സഹായം കിട്ടിയാൽ പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലടോ. മോളിൽ നിന്ന് സഹായം കിട്ടണം. ഇൻ യഖ്ദുൽക്കും, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടാലോ, ഫമൻദല്ലദി യൻസുറക്കും മിൻ ബഅദിഹി, ആരാടോ നിങ്ങളെ രക്ഷിക്കാനുള്ളത്? അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചോ. പടച്ചോമ്പരാൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിനക്കുണ്ടെങ്കിൽ നീ ഒരു നിലയ്ക്കും പരാജയം. എത്ര കിട്ടിയിരിക്കുന്നത്? കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത്ത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എടോ, ചരിത്രങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. ഖുർആൻ നിനക്ക് അഹ്സനുൽ ഖസസ് പറഞ്ഞതിൻ്റെ എന്തിനാണെന്നറിയോ? ഖുർആനകത്തുണ്ട് ഖസസുകൾ, അഹ്സനുൽ ഖസസ്, നല്ല നല്ല ചരിത്രങ്ങൾ. എന്തിനാടോ ഈ ചരിത്രം അല്ലാഹു തആല വിശദീകരിച്ചിരുന്നത്? ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം, മറുഭാഗം ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം, സർവസന്നാഹത്തോടെ സർവ്വ ആയുധരായിക്കൊണ്ട് വന്നപ്പോൾ ആയുധങ്ങളില്ലാത്ത ന്യൂനപക്ഷമാകുന്ന നിന്നെ അള്ളാഹു അവരുടെ മുന്നിൽ വിജയിപ്പിച്ചുവെങ്കിൽ ബിഇദ്നില്ലാഹ്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത്ത് കസീറത്തൻ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടിയപ്പോൾ നിന്നെ അള്ളാഹു തആല എത്രയോ സംഭവങ്ങളുണ്ട്. അള്ളാഹിൻ്റെ സഹായം കിട്ടിയപ്പോൾ നീ വിജയിച്ചു. അള്ളാഹിൻ്റെ സഹായത്താൽ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അവർ പരാജയപ്പെട്ടു, നീ വിജയിച്ചു. ഇല്ലേ? അങ്ങനെയല്ലേ? ഈ ഒരു നിലപാടിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാണെങ്കിൽ മാറ്റം വരണം. വമാ ഖാനല്ലാഹു യുഅദ്ദിബുഹും വഅന്ത ഫീഹിം. അള്ളാഹിൻ്റെ ഭാഗത്തുള്ള ശിക്ഷ വരൂല. റസൂലുള്ളാഹിനെ അങ്ങോട്ട് കൂട്ടപ്പിടിച്ചോ, പൊന്നാർ നബി തങ്ങളെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചോ. തങ്ങളെ കൂട്ടിപ്പിടിച്ചാൽ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമൂലമാകുന്ന മാറ്റം. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാനീ പറഞ്ഞ് ശരിയല്ലെന്ന്. വിശപ്പ് മാറാൻ വേണ്ടി വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ ആരുണ്ട് ഇവിടെ? പിന്നെ എന്തിനാടോ കല്യാണം? പറ, എന്തിനാണ് നിക്കാഹിൽ പങ്കെടുക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ആഭാസത്തരത്തിനും ആർഭാടത്തിനും അനാചാരത്തിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നാളെ മൂത്താപ്പാൻ്റെ വീട്ടിൽ കല്യാണമാണ്, അപ്പം ഡ്രസ്സ് എടുക്കണം. മറ്റന്നാൾ അളിയൻ്റെ വീട്ടിൽ കല്യാണം, അപ്പം വേറെ ഡ്രസ്സ് എടുക്കണം. ഈ ഡ്രസ്സുകളെല്ലാം, ഈ വസ്ത്രങ്ങളുടെ എല്ലാം, ഈ മൂടുപടങ്ങളെല്ലാം കൊണ്ടുവന്ന് തുറന്നു കാണിക്കാനും ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാനും ഞാൻ വലിയ പ്രൗഢിയും ഗംഭീരവും വലിയ മഹത്വമുള്ള വ്യക്തികളാണ് എന്ന് ധരിപ്പിക്കാനും വേണ്ടി ഒരു പ്രദർശനശാലയായിട്ട് ഇന്ന് വിവാഹങ്ങൾ മാറിക്കഴിഞ്ഞു. ഇല്ലേ? ഇന്ന് ഏത് വീട്ടിലെടുത്ത് നോക്കിയാൽ ഒരു വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സാണോ എടുത്തേക്കണം? പരിശോധിച്ച് നോക്ക്.
ചെലവ് ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാത്ത ഒരവസ്ഥയാണ് നിനക്കുള്ളതെങ്കിൽ നിന്നിലേക്ക് അള്ളാഹു കടുത്ത ദാരിദ്ര്യത്തെ എത്തിച്ചു കളയുന്നതാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. കളിയല്ല ഇത്. വീട്ടിൽ ധരിക്കാനുള്ള നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലുള്ളൊരവസ്ഥയാണോ? ഓരോ ദിവസവും ഡ്രസ്സ് എടുക്കുവാണ്, ഓരോ ദിവസവും. നിങ്ങളത് ഉപയോഗിച്ചത് അതിൻ്റെ ആ ഉപയോഗം തീർന്നതിന് ശേഷം അല്ല അടുത്തെടുക്കുന്നത്. ഇന്നൊരു കല്യാണം, നാളെ കല്യാണം ഉണ്ടെങ്കിൽ നാളെ എടുക്കും, മറ്റന്നാളുണ്ടെങ്കിൽ അടുത്ത ദിവസം എടുക്കും. ഇന്ന് കൊണ്ടുവന്നതായ സ്വർണം കൊണ്ട് നാളെ മാറ്റി മേടിക്കും. ഇതെല്ലാം ഈ രീതി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുന്നതിൽ യാതൊരു സൂക്ഷ്മതയുമില്ല. ഇങ്ങനെ സൂക്ഷ്മതയില്ലാതെ ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ പോവുകയാണെങ്കിൽ കടുത്ത ദാരിദ്ര്യത്തേക്ക്. അങ്ങനെ തന്നെയല്ലേ കാലം വന്നുകൊണ്ടിരിക്കണം. ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും. പലരുമൊക്കെ ധരിക്കുന്നത് ഈ സർക്കാർ അങ്ങോട്ട് മാറി UDFൻ്റെ ഭരണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ റിയൽ എസ്റ്റേറ്റ് മടങ്ങി വരുമെന്നാ. ഒരു കാലത്തും മടങ്ങൂല. നിങ്ങൾ മനസ്സിലാക്കിയേക്കോ, കടുകടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. പഴയ ഗൾഫുണ്ടോ ഇപ്പം? എല്ലാ ഭാഗത്തും പരാജയ. വളരെ സൂക്ഷിച്ചോളാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിനക്ക് രക്ഷ വേണ്ടേ? എന്താ ഇപ്പം രക്ഷ? രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത് മുങ്ങി മരിക്കാൻ പോകുന്നവൻ്റെ ദുആ ഉള്ളവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. മുങ്ങി മരിക്കാൻ പോവാണ് ഒരാൾ, ബഹറിലേക്ക് ഒരാൾ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുങ്ങുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, അയാൾക്ക് ദുആയ്ക്ക് വല്ല റെസ്റ്റും ഉണ്ടാവുമോ? അയാൾക്ക് വല്ല വിശ്രമമുണ്ടോ? ഇല്ല. അല്ലോ മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലാ നീന്തിയിട്ട് കിട്ടണില്ലല്ലോ, അല്ലാ അടിയിലേക്ക് പോവാണല്ലോ, അല്ലാ എന്നെ രക്ഷപ്പെടുത്തോ, അല്ലാ ഞാനൊന്ന് എന്നെ രക്ഷയിലാക്കറ, എന്തെല്ലാം ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ചോദിക്കുകയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ ദുആ പോലുള്ള ദുആകളെ കൊണ്ടിട്ടല്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ രക്ഷപ്പെടൂല. ഇന്നലെ എഴുതിയ ഹദീസ് പോലെ തോന്നും ഇതിപ്പോൾ കേൾക്കുമ്പോൾ, അല്ലേ? ഈ ഇന്നലെ നിമിത്തങ്ങൾ വിളിച്ചു പറഞ്ഞ ഹദീസ് പോലെ തോന്നും. ഈ ഒരു ശൈലിയിലേക്ക് മനുഷ്യരുടെ ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാ നിങ്ങൾ. ചുമ്മാതെയല്ല. വദിത്തു അന്നീ ലഖീത്തു ഇഖ്വാനി, സഹാബാക്കളോട് പറഞ്ഞതാ, അല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റബ്ബേ. മുന്നിലിരിക്കുന്നവർ ചോദിക്കുക, അള്ളാഹിൻ്റെ റസൂലെ ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? ഭയങ്കര വർത്താനാണല്ലോ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ. പഠിച്ചവരെ, എൻ്റെ സഹോദരന്മാരെ എൻ്റെ സഹോദരിമാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു റബ്ബേ, എനിക്കവരെ കാണാൻ താല്പര്യമുണ്ട് റബ്ബേ, ഇഷ്ടമുണ്ട് റബ്ബേ. ഗൾഫിൽ പോയ മോൻ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉമ്മ ഇരുന്ന് കരയണോനെ, പഠിച്ചവനെ എൻ്റെ മോനെ കാണാൻ എനിക്ക് കൊതിയാവുകയാണല്ലോ അല്ലാ. വിദേശത്തേക്ക് മോൻ്റെ കൂടെ പോയ മരുമോളെ കാണാൻ, പഠിച്ചവനെ എൻ്റെ മോളെ കാണാൻ എനിക്ക് കൊതിയാവുകയാണല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുസ്ലിയായിരുന്നല്ലേ. മരുമോളെ കാണാനും മറ്റാർക്കും അങ്ങനെ കൊതിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ നാശത്തിൻ്റെ കാരണങ്ങളാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ പാറി പോവാ സംസാരമല്ലേ, പാറി പോണില്ല, ഞാൻ മടക്കി കൊണ്ടുവന്നോളാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ പുതിയ നവദമ്പതികൾ പലരും, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയോ, പല ഭാഗത്തും വിവാഹ ജീവിതം അമ്പെ പരാജയമാണ്. അല്ലോ എന്തോരം തലാക്ക വന്നത്. അല്ലാഹുവേ, വാപ്പ നല്ലൊരു ഉപ്പ, ഉമ്മ നല്ലൊരു തറവാട്ടുകാരിയായ ഉമ്മ, കുടുംബം നല്ല അസൽ കുടുംബം, മോനെയാണെങ്കിൽ കാണാൻ നല്ല ചുറുചുറുക്കുള്ള നല്ല മോൻ, എൻ്റെ മോൾക്ക് പറ്റിയ ഇണ. ഒരു വാപ്പാടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇതേ പൊന്നുമോക്ക് വേണ്ടി. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഉപ്പാടെ മനസ്സിലുള്ള ആ സ്വപ്നമല്ലേ ഈ പൂവണിയാൻ പോണതല്ലേ? വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച എത്തുന്നതിന് മുമ്പ് തലാക്ക് കിടക്കുക. എത്രയുണ്ടെന്നറിയാമോ? എത്ര. ഈ റമദാനിന് ശേഷം നടന്ന ഒരു നിക്കാഹ്, എൻ്റെ ഒരു അകന്ന കുടുംബപരമായിട്ട് കുറച്ച് അകലം എങ്കിലും അവരുമായിട്ട് അടുപ്പമുണ്ട്. ഈ റമദാനിന് ശേഷം നടന്ന നിക്കാഹ തലാക്കില്ലേ? വലിയ പെരുന്നാൾ എത്തുന്നതിന് മുമ്പ് തലാക്കില്ലേ? നല്ല കുടുംബം, നല്ല പയ്യൻ. ആ പയ്യൻ എൻ്റെ വീട്ടിലൊന്നുണ്ടായി. എന്തുമല്ല സുമുഖനാണെന്നറിയാം, നല്ല ശാന്തനായ പയ്യൻ, ഒരു കുഴപ്പമില്ല. 38 കൊല്ലം മുമ്പ് തുരുത്തേൽ അലവിക്കുഞ്ഞു മൗലവിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിന് പോയപ്പോൾ കപ്പടമീശ വെച്ചുകൊണ്ടിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞവൻ ഷാപ്പി കയറുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവൻ കള്ളുകൂടിയനാണെന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കറിയാം. ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പേഴ്സിൻ്റെ ഉള്ളിലാണ് അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിരിക്കുന്നത്.
ഈ അവസ്ഥയിലേക്ക് സമുദായം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തലാഖുകൾ കൂടുന്നു. അതിനോടൊപ്പം തന്നെ ഇതില്ലാത്ത നിലയ്ക്കും വിവാഹമോചനങ്ങളും കുടുംബത്തിൽ അസ്വസ്ഥതയും കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദുആക്ക് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോളണം എല്ലാവരും. 3 ദുആക്ക് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. സലാസ ദഅവാത്തിൻ മുസ്തജാബത്തുൻ. അത് പറഞ്ഞിട്ട് നിർത്തിയില്ല. ലാ ശക്ക ഫിഹിന്ന, യാതൊരു സംശയമില്ല 3 ദുആ ഉറപ്പായിട്ടും അല്ലാഹു തആല സ്വീകരിക്കും. നമ്പർ 1 ഏതാണെന്നറിയോ? ദഅവത്തുൽ വാലിദി നബിയുനാ റസൂലുള്ളാഹി. നിൻ്റെ മാതാവും പിതാവും നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഈ വിഷയത്തിൽ ഇന്നത്തെ ആധുനിക ദമ്പതികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക 99%. ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെ മാതാവ് പിതാവ്, ഭർത്താവായി വരുന്ന ചെറുപ്പക്കാരൻ്റെ മാതാവ് പിതാവ്, ഇത് രണ്ടും ഈ 2 പാർട്ടിക്കും തമ്മിലുള്ള ബന്ധം എന്താ? നമ്മളെ അല്ലാഹു തആല കൂട്ടിയണിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്ന് നമ്മുടെ ടൈലർ മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിലേക്ക് എന്നെ നമ്മുടെ സെക്രട്ടറി കൂട്ടിക്കൊണ്ടുപോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവരെയൊക്കെ ആദ്യം കാണുക. എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്. മൂപ്പര് ഇവിടെ കൊടുവഴങ്ങി അല്ലാത്ത ഇത്തിരി വെള്ളതിനകത്ത് എവിടെയാ മറ്റേ ഹുസൈൻ്റെ നാട് ഏതാ പറഞ്ഞ്? കടുവിനാൽ വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, ഒരു കമ്മിറ്റിക്കാർ പെട്ട പലരൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സാമാന്യ മര്യാദ അവർക്ക് വേണ്ടി ദ്വാരക്കാന്നുള്ളൂ. പഠിച്ചവന് ഈ ദുനിയാവിൽ ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിയത്. ആ തങ്ങളോടൊപ്പം മാഷറിൽ കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കണേ. അതല്ലേ ശരി? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 3 ദുആക്ക് ഉത്തരമുണ്ട് മക്കളെ. ഒന്നാമത്തേത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ദുആയാണ്. ആ നബിത്തങ്ങൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് 3 ശൈലിയിലാണ്. ഇത് ചുമ്മാതെ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയോ? ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അക്ഷരവും പറയുന്നില്ല. ഈ ഭൂമുഖത്ത് മനുഷ്യനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് 3 ബന്ധങ്ങളെ കൊണ്ടിട്ടാണ് അല്ലേ? രക്തബന്ധം, വിവാഹബന്ധം, മുലകുടി ബന്ധം. രക്തബന്ധം എന്ന് പറഞ്ഞാൽ അസൽ ബീജത്തിൻ്റെയും രക്തത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ബീജത്തിൻ്റെയും ഉടമ, അത് ഒറിജിനൽ ആ ബാപ്പ ഉമ്മ, അത് ബന്ധം. രണ്ടാമത്തെ ബന്ധം ഏതാണ്? വിവാഹബന്ധം. ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മകളെ ആ വാപ്പ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിക്കൊണ്ടിട്ട് സവ്വജത്തുക്ക എന്ന് പറയുമ്പോൾ, രണ്ടാളതിന് സാക്ഷിയാകുമ്പോൾ ഈ മോൻ ഈ വാപ്പ ഇവൻ്റെ ഒറിജിനൽ വാപ്പയായി. ചുമ്മാതെയല്ല ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ 2 പൂർത്തിയായി എന്ന് പറയുന്നത് ചുമ്മാതെയല്ല. അത്രയും വലിയ ത്യാഗമുണ്ട് ഇതിനകത്ത്. തൻ്റെ ഉമ്മ പെണ്ണ്, തൻ്റെ പെങ്ങന്മാർ പെൺകുട്ടികൾ, തൻ്റെ ഭാര്യ പെണ്ണ്, ഈ ഉമ്മാനോടും പെങ്ങന്മാരോടുമുള്ള കടമകളും കടപ്പാടുകളും 1 ഇഞ്ച് പോലും കുറയാതെ തന്നെ അഭയം തേടി തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്ന തൻ്റെ ഭാര്യയുടെ സർവ്വാവകാശങ്ങളും വീട്ടിൽ കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാവണം. അവൻ അനുഭവിക്കുന്ന വിഷമമൊന്ന് ചിന്തിച്ചു നോക്കി. ഉമ്മാക്ക് വിഷമം വരാനുള്ള ഉമ്മായുമായിട്ടുള്ള ഇടപെടലിലും സ്നേഹത്തിലും ആദരവിലും 1 ഇഞ്ച് താഴത്തേക്ക് പോയാൽ പൊളിഞ്ഞു. അതുപോലെ സ്വന്തം വാപ്പ, സ്വന്തം സഹോദരന്മാർ, സ്വന്തം വാപ്പ, സ്വന്തം സഹോദരന്മാർ, അതിനോടൊപ്പം അമ്മാച്ചൻ. സ്വന്തം വാപ്പാക്ക് ഏത് രീതിയിലുള്ള പരിഗണനയും ഏത് രീതിയിലുള്ള ബഹുമാനവും നൽകിയിട്ടുണ്ടോ അത് 1 ഇഞ്ച് പോലും താഴത്തേക്ക് പോകാതെ അതേ പദവിയിൽ തൻ്റെ അമ്മാച്ചനെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം. അപ്പോൾ 2 വാപ്പായും 2 ഉമ്മായും അസലാ. സ്വത്തിന് അവകാശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം ഉമ്മാനെ തൊട്ടാൽ ഒന്ന് മുറിയോ? ഇല്ല. ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാലോ? ഇതാണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമല്ല ഇതേ. അമ്മാച്ചൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് നിനക്ക് വന്നില്ലേ? ഈ നിലക്കെല്ലാം ബന്ധപ്പെടുത്തിയതാണെങ്കിൽ ആ ബന്ധം എല്ലാ ഭാഗത്തും വേണമെന്ന്. ഇത് ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, അതെല്ലാം ഒറിജിനൽ ഉമ്മ വാപ്പ.
ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ അത് വേറെ. നൂഹ് ഉസ്താദ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, മഹാനായ മൗലാന നൂഹ് ഉസ്താദ് അവർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജാത്തുകൾ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പരിങ്ങനെ സംസാരിക്കുമ്പോൾ പറയണത് ഞാനൊരു ഒരിക്കൽ കേട്ടതാണ്. എൻ്റെ ഉമ്മ ഉമ്മ, നിൻ്റെ ഉമ്മ ചുമ്മ. അങ്ങനെയാണ്. ഇങ്ങനെയല്ല, എൻ്റെ ഉമ്മായും ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉമ്മയും ഉമ്മയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പരിഗണന ഈ ഏത് കുടുംബത്തിലുണ്ട്? ആ പരിഗണന ഇല്ലാത്ത കുടുംബക്കാരൊന്ന് കൈ പൊക്കിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കൈ പൊക്കാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ, ആരും പൊക്കല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. പരാജയമായോ? ഓ പടച്ചവനെ, എൻ്റെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ മോള് അല്ലാ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഒരു ഭർത്താവിൻ്റെ മാതാവ് മനസ്സുകൊണ്ട് കരുതിയാൽ തീർന്നില്ലേ? പീസായി പോയില്ലേ? ഒരു മകളുടെ വാപ്പ, ഒരു മകളുടെ വാപ്പ, ഓ പടച്ചവനെ, ഞാൻ ചോര നീരാക്കി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഇണയെ കണ്ടെത്തിയെങ്കിൽ പടച്ചവനെ, അവൻ എന്നെ ഈ നിലയ്ക്ക് വേദനിപ്പിക്കുകയാണല്ലോ അല്ലാ എന്ന് ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ മനസ്സ് വേദനിച്ചാൽ ആ മകൻ ഈ ദുനിയാവിൽ രക്ഷപ്പെടും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്ന് പറഞ്ഞാൽ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. തകരാനുള്ള എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നിക്കാഹും ഒക്കെ കാര്യങ്ങളെല്ലാം വളരെ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു വയ്ക്കണമെന്ന്. എങ്ങനെ പിടിച്ചു വയ്ക്കണം? മുങ്ങിത്താഴാൻ പോകുന്ന ഒരു മനുഷ്യൻ പിന്നെ ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹുലേക്ക് ദുആ ചെയ്യണം. പടച്ചവൻ്റെ സഹായം ഉണ്ടാവും. അപ്പം ചോദിച്ചേ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഹദീസ് ഓതി കൊടുക്കുന്നവരൊക്കെ ഈ മജ്ലിസിലുണ്ട്, സ്റ്റേജിലുണ്ട്. ചോദിച്ചു, എന്താണ് ഈ മുങ്ങി മരിക്കുന്ന ഈ ദുആഉൽ ഗരീഖ് ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി പറഞ്ഞു, യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇതാണ് പരിപാടി. ഇപ്പം നിർത്തും കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പഴയ ഞാൻ പണ്ട് കുറേ കാലം മുമ്പ് ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഏത് വർഷമാണെന്നും മറ്റും ഓർക്കണില്ല, കുറേ വർഷം മുമ്പ്. അപ്പോൾ അന്ന് വന്നതുപോലെ നിന്നതുപോലെയൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് നിൽക്കാൻ തടസ്സം ഉണ്ടായിട്ടല്ല. നമ്മൾ നിയമങ്ങളൊക്കെ അനുസരിക്കണം. 10 മണിക്ക് വരെ പരിപാടി നടത്തിക്കോ, അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാരണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ശബ്ദമലിനീകരണം ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മതേതര രാജ്യമല്ലേ? അല്ലേ? ഞാനൊരിക്കലും വടക്കുന്ന് വയൽ കഴിഞ്ഞ് വരുമ്പോൾ പൊന്നാനി ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടി, സുബഹി നിസ്കരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഓത്ത് കേൾക്കാം. എല്ലാ പള്ളികളിൽ നിന്നിട്ട് ഓതുകയാണ് ഇമാം ഓതണത്. ഞാൻ നിസ്കരിക്കാൻ നിർത്തിയ പള്ളിയിൽ നിന്ന് ഓതുന്നുണ്ട്. അങ്ങനെ ഒതുവൊക്കെ എടുത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരര സഫ് ആളെ ആ പള്ളിയിലുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു ഡസൻ ആളില്ല. ഇമാമിൻ്റെ ഓത്ത് മുകളിലും മൈക്കിലൂടെ ഹോണിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്തിനാ ബഹുമാനികളെ ആവശ്യമില്ലാത്തൊക്കെ ചെയ്യുന്നത്? ഇനി ആ ഇമാമിന് മൈക്കിലൂടെ മാത്രം ഓതിയാലേ ശരിയാവുള്ളെങ്കിൽ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ മഗ്രിബിന് കേട്ടല്ലോ, നമ്മുടെ ഈ പള്ളിക്കകത്തുള്ള സ്പീക്കർ ബോക്സിൽ കൂടെ മാത്രമല്ലേ കിറാത്തുള്ളൂ. എന്തിനാണ് നമ്മളിതൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ ഈ ശബ്ദമലിനീകരണം മറ്റവർ വെച്ചോട്ടേന്നേ. അതിനിപ്പോൾ ആര് നമ്മളതിന് അവർ ചെയ്യണതല്ല നമ്മുടെ നിയമം. ലാ തസ്തവിൽ ഹസനത്ത് വല സയ്യത്തു എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞേ. ഇങ്ങോട്ടൊരു ഉപദ്രവം വിഷമം ഉണ്ടാക്കിയെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ അങ്ങോട്ട് വേണ്ടാന്ന്. ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നവർക്ക് നിങ്ങൾ അങ്ങോട്ട് ഉപകാരം ചെയ്തോ? ഖുർആനല്ലേ ഇത്? അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാറ്റം എന്താ? നേരെ പറയുന്നു, ഇതല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ഇങ്ങോട്ട് നിന്നെ ഉപദ്രവിച്ചപ്പോൾ തിരിച്ച് അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം കൊണ്ട് നീ അതിനെ പ്രതിരോധിച്ചാൽ അവൻ്റെ മനസ്സിൽ നിന്നും ശത്രുതയെ അല്ലാഹു തആല നീക്കിയിട്ട് അവനെ നിൻ്റെ മിത്രമാക്കി തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പം ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇത് ഇത്തിരി വിഷമമുള്ള കാര്യമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. ഇത് ഭയങ്കര ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും
വിവാഹമാകട്ടെ, നിക്കാഹാകട്ടെ, നേർച്ചയാകട്ടെ, പള്ളി പരിപാടി എന്തെടുത്ത് നോക്കിയാലും അവിടെ നിന്നെല്ലാം ദീനിൻ്റെ ആദാബുകളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത്. ഈ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്യണം? ഓടിക്കോ പടച്ചോമ്പുരാനിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. എങ്ങനെ? മുങ്ങി മരിക്കാൻ പോകുന്ന ആൾ ദ്വാരക്കുന്ന പോലെ. മുങ്ങി മരിക്കാൻ പോകുന്ന ആൾക്ക് ദ്വാരക്കണതിന് വല്ല ഷർത്തും പറന്നും വെള്ളം ഉണ്ടോ? അയാൾ അള്ളാഹിൻ്റെ അടുത്തുനിന്ന് രക്ഷ കിട്ടാനുള്ള വഴി എന്തേന്നുള്ള ചിന്തയിൽ, കാരണം തീരാൻ പോവാണ്. അപ്പം എങ്ങനെയാണ് മുങ്ങി മരിക്കുന്നവൻ്റെ ദുആ എന്ന് ചോദിച്ചപ്പോൾ ഹബീബിൻ്റെ നാവിൽ നിന്ന് കിട്ടിയതാണ്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. പരിശുദ്ധ ഖുർആൻ. ഇന്ന ലില്ലാഹി തആല 99 ഇസ്മ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ലഖദ് ദഅ അല്ലാഹു ബിഇസ്മിഹിൽ അളീം അല്ലദീ ദഅ ബിഹി അജാബ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ പഠിച്ചോ, ഇതിനകത്തൊരു വലിയ പാഠം കിട്ടിയിട്ടുണ്ട്. എന്താ? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിങ്ങൾ ദ്വാരക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ച് പറയാനല്ല ഞാനീ പറയണത്. നിങ്ങൾ എങ്ങനെയാണ് ദ്വാരക്കേണ്ടതെന്നറിയോ? ഇതിലൂടെ ഹബീബ് നമുക്ക് പാഠം തരികയാണ്. അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എങ്ങനെ? പടച്ചതമ്പുരാനോട് ദ്വാരക്കണം അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. പരിശുദ്ധ ഖുർആൻ. അള്ളാഹിനോട് നിങ്ങൾ ദ്വാരക്കുമ്പോൾ അവൻ്റെ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടൊരു ദ്വാരക്ക്. അതാണ് ഇവിടെ ഉണ്ടായത്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. അള്ളാഹിൻ്റെ ഇസ്മുകൾ പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ ദ്വാരന്നാൽ ലഖദ് ദഅ അല്ലാഹു ബിഇസ്മിഹിൽ അളീം അല്ലദീ ദഅ ബിഹി അജാബ ഔ കമാ ഖാല റസൂലുള്ളാഹി. പടച്ചോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ, പടച്ചോനോട് ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിട്ട് ദ്വാരക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് ദുആ ചെയ്ത് അള്ളാഹിൻ്റെ ഭാഗത്തുള്ള സഹായത്തിനെ പ്രതീക്ഷിക്കലല്ലാതെ വേറെ മാർഗമില്ല. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. ദുആ കൊണ്ടിട്ടല്ലാതെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ വീട്ടിൽ തരൂല. ദ്വാരക്കേണ്ട ശൈലി ഇങ്ങനെയാണ്. അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് ദ്വാരക്കുക. റഹ്മാനായ റബ്ബിനോട് മാലാഖമാർ ഒരിക്കൽ ഒരു വലിയ അന്തസ്സിൻ്റെ വർത്താനം പറഞ്ഞു. അള്ളാഹുവേ, സദാസമയം നിനക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്നവരാണല്ലോ ഞങ്ങളെക്കാൾ പദവിയുള്ള സൃഷ്ടികൾ അള്ളാഹുവേ നിൻ്റെ സൃഷ്ടികൾ ജാലങ്ങളിൽ ഉണ്ട്. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, നിങ്ങളെക്കാളും ഒക്കെ പദവി എൻ്റെ അടുക്കൽ ആ മനുഷ്യനെക്കാണ് കൂടുതൽ. അല്ലാഹ്, ആ പടപ്പിനെ ഒന്ന് കാണാൻ അനുവദിക്കുമോ റബ്ബേ? മനുഷ്യരുടെ വേഷത്തിൽ ആ മനുഷ്യനെ കാണാനുള്ള അനുവാദം അല്ലാഹു തആല. ഇതിങ്ങനെയൊക്കെ ധാരാളം സംഭവം ഉണ്ടായിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരൂപം വേണ്ട ഒരു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടില്ലേ മനുഷ്യരൂപത്തിൽ? ഇങ്ങനെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സഹിഹായ ഹദീസുകളിൽ ധാരാളം ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. അങ്ങനെ മലക്കുകളുടെ മനുഷ്യൻ്റെ രൂപം മാറിയതായ ഈ മലക്കുകൾ ഈ ആളെ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. ഇയാൾ എന്ത് പണിക്കാരനാ? ഇയാൾ ചെരുപ്പ് ഉന്നണ ആളാണ്. ഇയാളുടെ ഇബാദത്തുകൾ ഇവർ ശ്രദ്ധിച്ചു. ഒരു പ്രത്യേകതയും കാണുന്നില്ല. ഒരു സാധാ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത്. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? സാധാരണക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും. ലോകം ഈ ഉമ്മത്ത് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാശത്തിലും നഷ്ടത്തിലും നീ നശിച്ചു പോകരുത്, രക്ഷപ്പെടുന്നവനാകണം. അതിനുള്ള വഴിയായി പറയുന്നത്. ഒരു സാധാ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത് മാത്രമേ ഇയാളിൽ കാണുള്ളൂ. അപ്പം മനുഷ്യരൂപത്തിൽ ചെന്ന മാലാഖമാർ ചോദിക്കാവുന്നു, സഹോദര നിങ്ങളുടെ ഇബാദത്തിനകത്ത്? എൻ്റെ ഇബാദത്ത് ഇതാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരും, ഈ ചെരുപ്പ് തുന്നും, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഹദിയ ചെയ്യും. അങ്ങനെ ചോദിച്ച് അവസാനം ഈ മനുഷ്യൻ്റെ നാവിൽ നിന്ന് കിട്ടി, ഞാൻ രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് ദുആരക്കുമ്പോൾ, സുബഹി കഴിഞ്ഞിട്ട് ദുആരക്കുമ്പോൾ, മഗ്രിബ് കഴിഞ്ഞ് ദുആരക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ 10 ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിട്ടാണ്. 10 ഇസ്മ. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ. 10 99 പേരുകളാണ് അല്ലാഹു തആലാക്കുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ആ 99 ഖുർആനിനകത്തുണ്ട്. ആ പേര് ചൊല്ലിക്കൊണ്ട് ദ്വാരക്കണം.
ഞാനിങ്ങനെ എൻ്റെ പ്രഭാതത്തിൻ്റെ ദുആയിൽ ഈ 10 ഇസ്മുകൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ് പടച്ചോൻ വരാനോട് ദുആ ചെയ്യുക. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയ കാര്യമാണ്. ചോദിക്കട്ടെ, മുങ്ങി മരിക്കാൻ പോണൻ്റെ ദുആ എന്താ? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. 3 ഇസ്മ അതിനകത്ത് വന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഭക്ഷണം കഴിച്ചാൽ അത് ശൈത്താൻ കഴിച്ച ലിസ്റ്റിലേക്ക് പോയി അല്ലേ? ബിസ്മി ചൊല്ലി ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാൽ ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ കാവലായി അല്ലേ? ബിസ്മി ചൊല്ലിയാണ് നിന്നോട് ഏത് മൃഗത്തിനെയും മറക്കാൻ പറഞ്ഞതില്ലേ? ഏത് കാര്യമാണ് ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ അതിനകത്ത് ബർക്കത്തുള്ളത്? ബിസ്മിയിൽ എന്താ ഉള്ളത്? 3 ഇസ്മ, അള്ളാഹ്, റഹ്മാൻ, റഹീം. അതവിടെ ചൊല്ലിയ ഈ 3 ഇസ്മുകൾ നമ്മൾക്ക് ചെല്ലിപ്പിച്ച് കാണിച്ചു തന്നെന്തിനാ? അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിട്ട് ദുആറുന്നു അതേ കാലത്ത് രക്ഷയുള്ളൂ. അതിനാ ഞാൻ പറഞ്ഞ 99 കാണാതെ പഠിച്ചുകൊണ്ട് ചെല്ലുക എന്നുള്ളത് ഈ ഇരിക്കുന്ന പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. ഒരു 10 ഇസ്മ എല്ലാ ദിവസവും രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഉയർത്തിയതിൻ്റെ ശേഷം ദുആറുന്നിട്ട് ദുആർക്കുമ്പോൾ ഇതൊന്ന് പറയാ, യാ അല്ലാഹ് 10 ഇസ്മ. പടച്ചോമ്പരാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം എല്ലാ 99 അള്ളാൻ്റെ പേരാ. തരൂലേ? ഇങ്ങോട്ട് എളുപ്പം കിട്ടാനുള്ളൊരു പോംവഴി അള്ളാൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഇത് ഒരു പോംവഴി. എന്നോട് നിങ്ങളിൽ ഒരാൾ വന്നിട്ട് 1000 രൂപ കടം ചോദിക്കുകയാണ്. ബാമുസ്ലിയാരെ, 1000 രൂപ എനിക്ക് കടം തരണം, ഈ ഓഗസ്റ്റ് 30-ാം തീയതി തരാം. ഞാൻ കണ്ണ് വിളിച്ചുകൊണ്ട് നോട്ടം നോക്കും. എന്തുകൊണ്ടാ നമുക്ക്, ഞാൻ ഇവിടെ അല്ല ചിട്ടി കച്ചവടം വെച്ച് ചോദിക്കുന്നത്, ബാങ്കാണ് എൻ്റെ അടുത്ത് കാശാണ്, പോടാ വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? ബാമുസ്ലിയാരെന്ന് മാത്രം വിളിച്ചിട്ടല്ല ഇയാൾ എന്നോട് ഈ പൈസ ചോദിക്കുന്നത്, പിന്നെ എൻ്റെ എല്ലാ പേരും വിളിക്കുകയാണ്. എനിക്ക് കുറേ പേരുകളുണ്ട്. എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നത് ബാവു കുഞ്ഞെന്നാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവക്കൊച്ച് എന്നാണ്. എൻ്റെ നാട്ടിലുള്ള അമുസ്ലിങ്ങൾ എന്നെ വിളിക്കുന്നത് കുഞ്ഞും ബാവു എന്നാണ്. ഞാൻ സ്കൂളിൽ കുറച്ചാൾ പോയതാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ എന്നെ വിളിച്ചത് ബാവാന്നാണ്. എനിക്ക് താടി മീശയൊക്കെ ഉണ്ടായപ്പോൾ ജനങ്ങൾ വിളിക്കുന്നത് ബാവാ മുസ്ലിയാർ എന്നാണ്. ഇപ്പം എത്ര പേരായി? എൻ്റെ അടുത്തൊരു 1000 രൂപ കടം മേടിക്കാൻ വേണ്ടി വന്ന ഒരാൾ എന്നോട് പറയാണ്, ഉമ്മാൻ്റെ വീട്ടിലെ ബാവ കൊച്ചേ, വാപ്പാൻ്റെ വീട്ടിലെ ബാവു കുഞ്ഞേ, നാട്ടുകാരിൽപ്പെട്ട സഹോദരങ്ങളുടെ കുഞ്ഞും ബാവുവേ, ഞങ്ങൾ പള്ളിക്കൂടത്തിലെ സാറന്മാരുടെ ബാവേ, ഞങ്ങളുടെ ബാവ ഉസ്താദേ, 1000 രൂപ എനിക്ക് കടം തരണം, ഞാൻ ഈ ആഗസ്റ്റ് 30-ാം തീയതി തരാം. ഞാൻ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ കടം മേടിച്ച് തരൂലേ? അതാ ചോദ്യം. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. എന്നിട്ട് അവിടെ എന്താ ചോദിക്കണമെന്നറിയോ? സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. അത് വലിയ വിഷയമാണ്. അതാ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ് മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് പിന്നെ മുഹമ്മദ് എന്ന് പേരിട്ടാ പ്രശ്നമല്ലേടി? ആലോചിക്കുകയാണ്. മുഹമ്മദ് എന്ന് പേരിട്ടാ പ്രശ്നമല്ലേ? കുഞ്ഞിന് ആയിഷ എന്ന് പേരിട്ടാ പ്രശ്നമല്ലേ? ആ വിഷയത്തിൽ മുർത്തദ്ദായി എന്നായി പറയണതിൻ്റെ അർത്ഥം. ദീനിയായ ചിഹ്നങ്ങളോടും ദീനിൻ്റെ ശൈലികളോടും ഭാഷകളോടും എല്ലാം ഭയപ്പാടുണ്ടാകുന്നൊരവസ്ഥ. നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി. പരീക്ഷണങ്ങളുടെ പരമ്പരയിൽ കൂടി ആ സമുദായം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രക്ഷപ്പെടാണ്ട് നിവൃത്തിയില്ല. നന്നാകൽ മാത്രമേ മാർഗമുള്ളൂ. തെറ്റുകൾ തിരുത്തൽ കൊണ്ടിട്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തൂല. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള സമയങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ഈ അമലിനെ നിന്ദിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ അടി കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഞങ്ങളെ പേടിപ്പിക്കാൻ പറയണമല്ല, ഞാൻ ചരിത്രം പറയുകയാണ്. 900 വർഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴുതു പറഞ്ഞു. ഈ പരിപാടി മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സംഘാടകർക്ക്. പക്ഷേ 2 ദിവസം വഴുതു വെച്ചിരിക്കുക. എന്തിനായി വഴുത്? ഞാൻ അതാ ഇടയ്ക്കൊരു ഹദീസ് ഓതിയത്. അത് ഞാൻ പാറി പോണില്ല, കാര്യത്തിലേക്ക് മടങ്ങി വരൂ എന്ന് പറഞ്ഞതാ. ഈ 2 ദിവസത്തെ വഴുത് എന്തിനാ? 900 കൊല്ലം വഴുതു പറഞ്ഞു. അനുസരിച്ചില്ല, ഒരു നിലയ്ക്കും വരാൻ തയ്യാറായില്ല. ഇത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്കും വരാനിരിക്കുന്നത് നൂഹ് നബിക്ക് കൊടുത്തതുള്ള ഓർഡറാണ്. നൂഹ് നബിക്ക് എന്താ ഓർഡർ കൊടുത്തതെന്നറിയോ? സമുദായം രക്ഷപ്പെടുന്നില്ല അല്ലാ, എന്നാൽ ജൂദിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചൊരു കപ്പലുണ്ടാക്കുക എന്നതുപോലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സമുദായം ദീനിൽ നിന്ന് പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പുറകോട്ടടിച്ച് എവിടെ ചെല്ലുമെന്നറിയോ? ഹത്താ ലാ യുഖാലു അല്ലാഹനെ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് സമുദായം മാറിപ്പോവും. അങ്ങനെയാണോ? അല്ലാഹ് പറയേണ്ട ഒരു സ്ഥലം വരുമ്പോൾ പറയാൻ മടിക്കും. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടോ?